ഹലോ വെൽക്കം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലൈവ് ഇടുമ്പോൾ നമ്മൾ ബ്ലാക്ക് സ്ക്രീന് നമ്മുടെ സ്ക്രീനിൽ വരുന്നതുകൊണ്ട് അവിടെ നമുക്കൊരു ഫോട്ടോ വെക്കണം. അതെങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ലൈവ് ഇടുന്ന ആൾ ചിലപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കാൻ പറ്റില്ല, അങ്ങനത്തെ സാഹചര്യം വരും. ചിലപ്പോൾ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കാൻ എപ്പോഴും അങ്ങനെ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡീപ്പ് വെച്ചാൽ പോരാ. അപ്പോൾ ഒരു പിന്നെ നല്ലൊരു വ്യൂ കാണുന്ന ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെയോ മറ്റോ നല്ല കാണാം നല്ലൊരു ഫോട്ടോ എന്താക്കി സ്ക്രീനിൽ വെച്ചാൽ മതി. അതെങ്ങനെ വെക്കണേ ഞാൻ കാണിച്ചു തരാം. ഇത് വെക്കുന്ന എന്തിനു വെച്ചാൽ നമ്മളിപ്പോൾ മോണിക്ക് വേണ്ടിയിട്ടാണല്ലോ, മോണിയാകാൻ വേണ്ടി വാട്സപ്പിന് വേണ്ടിയിട്ടാണല്ലോ ലൈവ് ഇടുന്നത്. ആ ലൈവ് ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈവ് ചിലപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ, അങ്ങനെയുള്ള വീഡിയോ ആണെങ്കിൽ ബ്ലാക്ക് സ്ക്രീൻ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും ലൈവ് ആണെങ്കിലൊക്കെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും മോണിക്ക് കൊടുക്കുമ്പോൾ. അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറച്ച് റൂൾസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്, റൂൾസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിലൊരു കാര്യമാണ് ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലവറോ എന്തെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്ത് വെക്കണം. അപ്പം ലൈവിൽ തന്നെ എങ്ങനെ ചെയ്യാം, ലൈവിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ലൈവ് ഒന്ന് ഓപ്പൺ ആക്കുന്ന ആദ്യം, അതിനുശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ലൈവ് ഓണായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ കാണുന്നത് ഈ റൈറ്റ് സൈഡ് കുറച്ച് ഓപ്ഷനുകൾ 1 2 3 4 5 ഓപ്ഷനുകളുണ്ട്. അതിൻ്റെ താഴെയും കുറച്ച് ഓപ്ഷനുകളുണ്ട്, കണ്ടല്ലോ. ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ ഇതിൽ കാണാൻ പറ്റും. അതിൽ ഗ്രീൻ സ്ക്രീൻ എന്നിട്ട് കാണാം 1 2 3 4 അഞ്ചാമത്തത്. ആ ഗ്രീൻ സ്ക്രീൻ എന്നതിൽ ഒന്ന് തൊടുക. അതിലൊന്ന് തൊട്ടു. അപ്പോഴേ ഇവിടെ താഴെ ഗ്രീൻ സ്ക്രീൻ എന്നിട്ട് കാണാം, അതിലൊരു ഡെൻ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അത് കുറച്ച് കാത്തു നിന്നപ്പോൾ താഴെ കുറച്ച് ഫോട്ടോസുകൾ വന്നിട്ടുണ്ട്. എൻ്റെ ഗാലറിയിലെ ഫോട്ടോസുകളാണ്. ഇതിൽ ഞാനൊരു ഫോട്ടോസ് ഇവിടെ വെക്കുകയാണ്. നോക്കിക്കോ നിങ്ങൾ, ഒന്ന് ജസ്റ്റ് ഒന്ന് അവല് ആ ഫോട്ടോ, ഏത് ഫോട്ടോ ആണ് ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്താൽ കിട്ടും. ഇഷ്ടംപോലെ ഫോട്ടോ നമ്മളെ ഗാലറിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഞാനൊരു ആദ്യത്തെ ഒരു ഫോട്ടോയുടെ സ്ക്രീനിൽ വെക്കുകയാണ്. കണ്ടല്ലോ, ഇപ്പോൾ ആ സ്ക്രീനിൽ അത് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൺ അടിക്കുക, അവിടെ കാണാൻ ഡൺ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മളെ ബ്ലാക്ക് സ്ക്രീൻ എന്തായിട്ടുണ്ടാവും, ഒഴിവായിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല ഒരു ഫോട്ടോ അതിൽ വരണം. ഇതിപ്പോൾ കാണാനില്ല, നിങ്ങൾക്ക് നല്ല ഫോട്ടോസുകൾ നിങ്ങളെ ഗാലറിയിൽ കാണാൻ പറ്റും. അപ്പോൾ അതിവിടെ വെച്ചാൽ മതി. അപ്പോൾ ബ്ലാക്ക് സ്ക്രീന് ഒഴിവാകും. ഡി പി മാത്രം വെച്ചിട്ട് കാര്യമില്ല. ചില ആൾക്ക് മുഖം കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാം. അതുപോലെ ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ലൈവ് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് ചിലപ്പോൾ എന്താക്കും, ബ്ലാക്ക് സ്ക്രീൻ ആണെങ്കിൽ അത് മോണിക്ക് കൊടുക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസുകൾ, വാച്ചവറുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ലൈവല്ലേ ഇത്. ഓക്കെ, ഞാനിത് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവരൊന്നിത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഈ വീഡിയോക്ക് താഴെ ഇടുക. ഓക്കെ, ബൈ.